അസ്സലാമു അലൈക്കും. ഇന്ന് റമളാൻ 3 നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ടൈമായി തുടങ്ങി. ഇന്ന് നമ്മുടെ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിവസമാണ് അല്ലേ. ഫാത്തിമ ബീവിയുടെ ബേക്കിൽ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫാത്തിമ ബീവിയുടെ പിതാവ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവാൻ പോകുന്ന സമയത്ത് മകളിങ്ങനെ പൊട്ടി കരയാണ്. ഉപ്പ പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് ആരാണുള്ളത്? അലി റളിയല്ലാഹു ഉണ്ട് ഭർത്താവായിട്ട്, ഹസൻ ഹുസൈൻ വേറെ മക്കളുണ്ട്. ആ ടൈമിൽ മുത്ത് ഹബീബിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപ്പ പോയി കഴിഞ്ഞാൽ ഇനി ആരാ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ കരളിൻ്റെ ഒരു കഷ്ണമാണ് മുത്തുനബി തങ്ങൾക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ മോൾക്കും വരാം. അത് പറയുമ്പോൾ ഫാത്തിമ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീവി പിന്നെ ചിരിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രാവശ്യം മക്കളൊക്കെ ഫാത്തിമ ബീവിനെ ചിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, തമാശകൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും ജീവിതത്തിൽ വന്ന സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, അതിനുശേഷം എൻ്റെ ഫാത്തിമ ബീവി പോയി എന്നുള്ളത്. അതിനുശേഷം ചിരിച്ചിട്ടില്ല. പിന്നെ ഫാത്തിമ ബീവി റമളാൻ 3 വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ ബീവിയാണ് വഫാത്തായത്. വഫാത്താവുന്ന അന്ന് ഫാത്തിമ ബീവി മരണപ്പെടുന്ന അന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, അലിയെ ഞാൻ പോവുകയാണ്, എൻ്റെ ഹസൻ ഹുസൈൻ മക്കളെ നന്നായിട്ട് നോക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, ഫാത്തിമ എന്നൊക്കെ ഇവിടെ തനിച്ചാക്കിയിട്ട് നീ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു സങ്കടമുള്ള, നമുക്ക് എല്ലാവർക്കും വിഷമമാകുന്ന സമയമാണല്ലേ. നമ്മളൊക്കെ എപ്പോഴും ആ പ്രായത്തിൽ ജീവിച്ചിരിക്കുക. നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്താണ് ഇബാദത്ത് ചെയ്യുന്നതും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഫാത്തിമ ബീവി 29 വയസ്സിൽ ദുനിയാവൊക്കെ ഉപേക്ഷിച്ച് നാളെ ഉപ്പയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വെമ്പലിലായിരുന്നു. ആ ഒരു ദിവസമാണ് ഇന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനമാണ് റമളാൻ 3. വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ ബീവി ഇന്ന് ലോകത്തോട് വിട പറഞ്ഞ് പോയതിൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. എല്ലാവരും നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഹൈർ മാത്രം വരുത്തട്ടെ.